ഹായ് എവരിവൺ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ടാക്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡിൽ, ഈ ലോകത്ത് ആകെ രണ്ട് ടൈപ്പ് ടാക്സ് ആണ് വരുന്നത്, ടൈപ്പ് ഓഫ് ടാക്സ് ആണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന് ഡയറക്റ്റ് പേ ചെയ്യുന്ന എമൗണ്ട് ആണ്, ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റ് പേ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ വേറെ ആളുകളോ ഒന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ITR, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്. ഇപ്പൊ യു എ ആണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, ഇന്ത്യയിലാണെങ്കിൽ ഇൻകം ടാക്സ്. ഇതെല്ലാനും നമ്മുടെ മേലുള്ള ഇൻകം, അതായത് നമുക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്നും ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റിന് പേ ചെയ്യുന്നു. നമ്മൾ ഡയറക്റ്റ് ആണ് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ്, അതായത് ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്താവുമാകട്ടെ, ആ പ്രോപ്പർട്ടി മേലുള്ള ടാക്സസ് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിന് പേ ചെയ്യുന്നു. അതിൽ നമ്മുടെ ലോക്കൽ ബോഡി വഴിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴിയോ അല്ലെങ്കിൽ എന്ത് വഴിയായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നേരെ ഗവൺമെന്റിന് പേ ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഡയറക്റ്റ്, നമ്മൾ തന്നെ ഡയറക്റ്റ് ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സസിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ ആണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അത് യു എയിൽ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ വെൽത്ത് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ, പേഴ്സണൽ ഇൻകം ടാക്സ്. ഇതൊക്കെയാണ് നമുക്ക് പറയുന്ന ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുഡ്സ്, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗുഡ്സിൽ നിന്നോ, അതായത് സാധനം വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുമ്പോഴോ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സസിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഗവൺമെന്റിലേക്കല്ല നമ്മൾ പേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോ കയറുക, അതായത് ഇപ്പോൾ GCCയിലുള്ള രാജ്യത്തുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളാണെങ്കിൽ എവിടെയായാലും കയറിയാൽ കുഴപ്പമില്ല. അവിടെ കയറിയതിന് ശേഷം നിങ്ങൾ ആ ബില്ല് ഒന്ന് നോക്കുക. ആ ബില്ലിൽ ഇപ്പൊ GCC രാജ്യങ്ങളിലാണെങ്കിൽ വാറ്റ് എന്ന് പറഞ്ഞ് കാണാം ആ ബില്ലിൽ ഏറ്റവും താഴെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്ത് നോക്കി അത് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ കാണാം CGST SGST എന്ന് പറഞ്ഞ് കാണാം. ഇത് ടാക്സസ് ആണ്. ഇത് ഡയറക്റ്റ് നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്നില്ല, പക്ഷെ ഈ ഒരു ടാക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്. അതായത് എവിടെ നിന്നാണ്, നമ്മൾ ആരിൽ നിന്നാണോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അവരിലേക്കാണ് നമ്മൾ ഈ ഒരു ടാക്സ് പേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോയത്. ഓക്കെ. ഇനി നമ്മൾ കൊടുത്ത വ്യക്തി ആരാണോ, ആ ബിസിനസ് സ്ഥാപനം ഏതാണോ, ആ സ്ഥാപനമാണ് ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് നമ്മൾ തന്നെയാണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിലും അത് ഡയറക്റ്റ് നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്നില്ല. നമ്മൾ ആരിൽ നിന്നാണോ സർവീസ് വാങ്ങുന്നത്, നമ്മൾ ആരിൽ നിന്നാണോ സാധനം വാങ്ങുന്നത്, അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് വാറ്റ്, GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി. ഇത് എല്ലാനും ഇൻഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾ ആണ്. വാറ്റ് ആണ് നമ്മളുടെ മെയിൻ സബ്ജക്റ്റ്. അതായത് GCC രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് വാറ്റ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതാണ് GST. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കാണാം.